멀리서 바다가 들려 꿈을 건너서 숲을 너머로 선명해지는 그곳으로 가 Take my hands now You are the cause of my euphoria Yeah, 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 yeah Euphoria ஒரு கண்ணில் நீர் கசியா உதட்டு வழியில் சிற்கசியா உன்னால சில முறை இருக்கவும் சில முறை பிறக்கவும் ஆனதே அட ஆத்தோட விழுந்த என அந்த ஆத்தோட போவது போ நெஞ்சு உன்னோடதான் பின்னோடதே அடக்காலம் மறந்து காட்டு மரமும் பூக்கிறதே എന്താ എടാ ആ കുക്കിനെ ഒന്ന് പിടിച്ച് മാറ്റി എടാ കുക്കി നീ എന്തുവാ കാണിക്കുന്നേ വിടടാ എടാ എല്ലാവരും നോക്കുന്നു ഹേയ് കുക്കി ടേ ആ കുക്കിനെ പിടിച്ചൊന്ന് മാറ്റാൻ അവന്റെ കിളി പോയിന്നാ തോന്നുന്നേ എടാ വാടാ അപ്പൊ ആർമീസേ നിങ്ങളെ കണ്ടത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഇനിയും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ സാരാങ്ക് യു ആർമീസ് അങ്ങനെ അവർ കുറെ സംസാരിക്കുന്നു, സെൽഫീസ് ഒക്കെ എടുക്കുന്നു. പക്ഷെ നമ്മുടെ ജങ്കുക്ക് വേറെ എവിടെയോ ആണ്. ഇത് നമ്മുടെ ജിമിനും വിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കുറച്ച് ആർമീസിനെയും കൂടെ കണ്ടിട്ട് തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. പോകും വഴിയെല്ലാം നമ്മുടെ ജങ്കുക്ക് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതും ടീമിലെ മറ്റു മെമ്പേഴ്സ് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിതെന്താ പറ്റിയേ? ഇന്ന് വരെ തോന്നാത്ത എന്തോ ഒരു ഫീൽ, ഒരു ഹാപ്പിനെസ്. ശരിക്കും ആ കുട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഷേ, ഞാൻ ഇതെന്തൊക്കെയാ പറയുന്നേ? എന്നാലും അവളുടെ ആ ലുക്ക്, ഐ മീൻ ശരിക്കും ഒരു വ്യത്യസ്തമായ, മറ്റുള്ളവരെക്കാട്ടിലും എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി അവൾക്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് ഓ നോ, അത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ളൊരു ആർമി ഗേളാണോ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഛേ, ഞാൻ എന്താ ചെയ്യാ? എടാ കുക്കി, നീ ഇതെന്തൊക്കെയാ കാണിക്കുന്നേ? കുറച്ച് ചിരിക്കുന്നു, കുറച്ച് ഷൈ ആവുന്നു, ആംഗ്രി ആവുന്നു. എന്താടാ പറ്റിയേ? ഇവൻ ആ ആർമി ഗേൾസിന്റെ വില്ലയിൽ പോയപ്പോൾ മുതൽ വ്യത്യസ്തമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എന്താടാ കുക്കി, നിനക്ക് വയ്യേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പിന്നെ കുക്കി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയട്ടടാ. എന്റെ യൂങ്കിച്ച, അവനൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും കൂടെ ചുമ്മാ അവനെ ഓരോന്ന് പറയല്ലേ. അവൻ കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിരിക്കട്ടെ. അല്ല, ഇതെന്താ ഇവിടെ ഒരു ചർച്ച? എന്താണ് കുക്കി വല്ലാതിരിക്കുന്നേ? വല്ല കുഴപ്പമുണ്ടോ? ദേ, അപ്പോഴേക്കും അടുത്തവൻ തുടങ്ങി. എടാ തേ, ഒരു കുഴപ്പവുമില്ല, നമുക്ക് പുറത്തു പോവാം. അവൻ കുറച്ചു നേരം ഫ്രീ ആയിട്ടിരിക്കട്ടെ. ഓക്കെ. എന്താ ഹോപ്പേട്ട, വല്ല പ്രശ്നമുണ്ടോ? ഓ, അങ്ങനെയൊന്നുമില്ല തേ. വാ ഗൈസ്, ഫുഡ് വന്നിട്ടുണ്ട്, വരൂ കഴിക്കാം. എന്താന്നറിയില്ല, ഇന്ന് ആർമീസിനെ സർപ്രൈസ് ആക്കിയപ്പോൾ കിട്ടിയ ആ ഒരു സന്തോഷം, ഇറ്റ്സ് റിയലി ലവ്ലി മൊമെന്റ്. ആ, അത് ശരിയാ. പിന്നെ ആ മറ്റേ ആർമീസ് കൊള്ളായിരുന്നു. എന്താ പറയാ, ശരിക്കും അടിപൊളിയായിരുന്നു. ബട്ട് കുക്കിയാ നമ്മളെ സർപ്രൈസ് ആക്കിയത്. ആ കുട്ടിയെ പിടിച്ചിട്ട് അന്തം വിട്ട് നിൽക്കുന്നു. കണ്ടതും എനിക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ ഏത് കാര്യമാണോ മറക്കാൻ ശ്രമിക്കുന്നത്, അത് തന്നെയാണല്ലോ ഇവർ ഓർമ്മിപ്പിക്കുന്നത്. അത് പിന്നെ പെട്ടെന്നായപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പോ ഏയ് കുക്കി, കൂൾ കൂൾ കൂൾ. അതിനെന്തിനാടാ നീ ഇത്ര ടെൻസ്ഡ് ആവണേ? ഇതേ സമയം നമ്മുടെ കിയാറാണേലും ജങ്കുക്കിന്റെ സെയിം അവസ്ഥയിലാണ്. ഫ്രണ്ട്സ് എല്ലാവരും ബിടിഎസിനെ കുറിച്ച് പറയുമ്പോൾ അവൾക്കൊരു ഭാവം മാറ്റവും ഉണ്ടായിരുന്നില്ല. അവൾ മറ്റേതോ ലോകത്തായിരുന്നു. ഇത് ആരും മനസ്സിലാക്കുന്നുണ്ട്. ഇല്ലേല് BTS എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ചാടി വീഴുന്ന അവൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അവളുടെ ഫ്രണ്ട്സിന് അതിശയം. ഫ്രണ്ട്സ് ചോദിക്കാണ്, ഞങ്ങൾ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ BTS എന്ന് പറഞ്ഞ ചാടി വീഴുന്ന നിനക്ക് എന്ത് പറ്റി? ഓ, ഇവളുടെ ഒക്കെ ഒരു ഭാഗ്യം. K-ഡ്രാമാസിലെ പോലെ
സിനിമയിലെ ഹീറോയിനെ താങ്ങിയെടുക്കുന്നത് പോലെയല്ലേ ജങ്കുക്കൊപ്പം അവളെ എടുത്തത്. മതി, ഒന്ന് നിർത്തോ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ചുമ്മാ അവളുടെ മുഖം കണ്ട് അറിഞ്ഞൂടെ അവൾക്ക് വയ്യാന്ന്. അതിന് നീ എന്തിനാ ഇത്ര ചൂടാവുന്ന ആരോഹി? ഞങ്ങൾ ചുമ്മാ തമാശക്കല്ലേ. അതല്ലടാ, അവളെ കണ്ടില്ലേ, അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി ഡിയേഴ്സ്, പ്ലീസ് ഫോർഗീവ് മീ. ആരു, എനിക്ക് കുറച്ച് വെള്ളം വേണം, നല്ല തലവേദന. ഞാനൊന്ന് പോയി കിടക്കട്ടെ. സോറി ഒന്നും പറയണ്ടടാ, നീ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ അവളെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ വിളിച്ചു പോയത്. കിയാര, നീ പോയി റെസ്റ്റ് എടുക്ക. ആരു, നീ കൂടെ ചെല്ല്. സുഷു, നീ അങ്ങനെയൊന്നും ആരുനോട് പറയേണ്ടിയിരുന്നില്ല. അത് ശരിയാ, ആര് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. അത് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. ഞാൻ കുറച്ച് ഓവറായിപ്പോയി. ശരിയാ നിങ്ങൾ പറഞ്ഞത്. ഞാൻ അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ചോദിച്ചു പോയതാ. ഇറ്റ്സ് ഓക്കെ, ഞാൻ അവളോട് സോറി പറയാം. സുഷു, നിന്നെ കുറ്റപ്പെടുത്തുന്നതല്ലേടാ. നീ റിഗ്രറ്റ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് സോറി പറഞ്ഞാൽ മതി. ഓക്കെ? അത്രേ ഉള്ളൂ. കണ്ടില്ലേ, ഇത്രയും പെട്ടെന്ന് തന്നെ അവർ എല്ലാവരും ഒരു ഫാമിലി പോലെ ഒരുപാട് അടുത്തു കഴിഞ്ഞു. ഇതാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എടുത്തു ചാടി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും. ശരിക്കും സോറി എന്ന വാക്കിന് അത്രമേൽ ഒരു ശക്തിയുണ്ട്. സോറി എന്ന വാക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമ എന്ന 2 അക്ഷരങ്ങളെയാണ്. അതെ, എത്ര വലിയവരാണേലും ചെറിയവരാണേലും നമുക്ക് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അവരോട് സോറി ചോദിക്കുക. അതിലൂടെ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല, മറിച്ച് നമ്മുടെ ഈഗോ മാറുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ ക്ഷമ പഠിക്കുകയും മറ്റുള്ളവരോട് മനസ്സുകളെ ശാന്തരാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്കും ക്ഷമിക്കാനുള്ള മനസ്സ് വീണ്ടെടുക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ഓ സോറി, നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നിമാറുന്നു. എന്തോ പെട്ടെന്ന് ഇതിവിടെ ഒന്ന് പറയാനായിട്ട് തോന്നി. നമുക്ക് നമ്മുടെ പിള്ളേരെ ഒന്ന് പോയി നോക്കാം. ആരു, ഐ ലവ് യു. ലവ് യു ടു മുത്തേ. നീ റെസ്റ്റ് എടുക്കാം, ഉറങ്ങിക്കോ. ഒന്ന് ഉറങ്ങി എണീറ്റാൽ എല്ലാം ശരിയാവും. അപ്പോൾ നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? എന്ത് ചോദിക്കാം? അതൊക്കെ പിന്നെ. ഇപ്പോൾ ഉറങ്ങ്. വാ, നീ എന്റെ മടിയിൽ കിടക്ക. ആരു, യു ആർ ഗ്രേറ്റ് ബിക്കോസ് എന്നെ നീ നല്ല പോലെ മനസ്സിലാക്കുന്നുണ്ട്. യു ടു ഗ്രേറ്റ് കിയാര, എന്റെ കീക്കുട്ടി. ഒന്ന് പോ ആരു. എന്നാലും എനിക്ക് എന്താ പറ്റിയെന്നറിയാതെ നിനക്ക് എങ്ങനെ ഇരിക്കാൻ കഴിയുന്നേ? അതൊക്കെ പറ്റും. നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും അത് എന്തുകൊണ്ടാണെന്നും എപ്പോൾ മുതലാണെന്നും എനിക്ക് മനസ്സിലായി. എന്തായാലും കുറച്ച് വൈകിട്ടാണെങ്കിലും നീ എന്നോട് പറയും. അത് മാത്രമല്ല, എനിക്ക് തോന്നി അതിന് നിനക്ക് കുറച്ച് സമയം വേണമെന്ന്. ആരോസിനെ, നീ ശരിക്കും എന്റെ സോൾമേറ്റ് തന്നെ. നമ്മുടെ BTSലെ വിയൊക്കയുടെ സോൾമേറ്റ് ജിമിൻഷി പോലെ. അപ്പോൾ എന്റെ കീരിക്കുട്ടി ഓക്കെ ആയെന്ന് തോന്നുന്നു. ഏതായാലും BTSനെ സമ്മതിച്ചേ പറ്റൂ. ബിക്കോസ് എന്തോ പോയ പോലെ ഇരുന്ന ആളല്ലേ. ഒരു സെക്കൻഡ് കൊണ്ട് BTS എന്ന 3 അക്ഷരം കൊണ്ട് ഉഷാറായത്. ഞാൻ പറഞ്ഞില്ലേ അവർക്കൊരു മാജിക് ഉണ്ടെന്ന്. പെട്ടെന്നാണ് നമ്മുടെ കിയാരയുടെ റൂമിലുള്ള ചുമരുകളിലേക്ക് കിയാര നോക്കുന്നത്. അവിടെ BTS മെമ്പേഴ്സിന്റെ ഫോട്ടോസിന്റെ ഇടയിലുള്ള ജങ്കുക്കിന്റെ ഫോട്ടോയിൽ കണ്ണുടക്കിയതും അവൾ പെട്ടെന്ന് ഷൈ ആവുന്നു. എന്താ കിയാര, നിന്റെ കവിളിലൊക്കെ പെട്ടെന്ന് തക്കാളി പോലെ ചുവന്നു തുടുത്തിരിക്കുന്നല്ലോ. എന്താ, കുക്കിയെ കണ്ടതുകൊണ്ടാണോ? അല്ല, കുക്കി എന്നല്ലേ വിളിക്കുക? അതെ, കുക്കിന്ന് വിളിക്കുക. എന്റെ ആര് പഠിച്ചൂലോ. അല്ലേലും നമുക്ക് വേണ്ടപ്പെട്ടവരാവാൻ പോകുന്നവരെ നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ. അത് ശരിയാ. ആരും നീ എന്താ പറഞ്ഞേ? ഗ്യാപ്പിൽ ഗോൾ അടിക്കാണല്ലേ? ഹേയ്, എന്താണ് ഇവിടെ ഒരു ചിരി?
നല്ല സന്തോഷത്തിലാണല്ലോ. കിയാര, തലവേദന മാറിയോടാ? ഹാടാ, മാറി. നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഇല്ല, നീ ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. അതെയോ, ഇപ്പൊ ഞാൻ ഓക്കെ ആണെടാ. നമ്മളിന്ന് നമ്മുടെ ഉപ്പമാരെയൊക്കെ കണ്ടല്ലേ. ഏതായാലും എന്തെങ്കിലും സ്പെഷ്യൽ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി കഴിക്കാം. ആ, അത് ശരിയാ. ഒരു സ്വീറ്റും കൂടെ ഉണ്ടാക്കണം. ഇനി അങ്ങോട്ട് സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നടക്കാൻ പോകുന്നത്, അല്ലേ കിയാര? ഇവർക്കിത് എന്താ പറ്റിയേ? എല്ലാരും ഇത് എന്താ പറ്റിയേ? ഒന്നുമില്ല, ചുമ്മാ. BTS ഫുൾ തമിഴ്നാട് എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. എങ്കിലും നമ്മുടെ കുക്കി വളരെ ഡിസ്റ്റർബ് ആയിരുന്നു. ആ സംഭവത്തിന് ശേഷം ശരിക്കും കിയാരയ്ക്കും ജങ്കുക്കിനും എന്തെല്ലാമോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, സത്യം പറയുകയാണെങ്കിൽ അവർക്ക് പോലും അറിയില്ല അതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. ഇന്നെന്റെ ആവിച്ചാനോട് എങ്ങനെയെങ്കിലും എന്റെ ഫീലിങ്സ് കൺഫ്യൂസ് ചെയ്യണം. എത്രയും പെട്ടെന്നോ? അത് വേണോ? ആൽവിൻ സാറിന്റെ ഫുൾ നെയിം ആൽവിൻ എബ്രഹാം എന്നല്ലേ പറഞ്ഞത്? അതെ, അതിനിപ്പോൾ എന്താ? അല്ല, മെൽവിൻ സാറിന്റെയും മെൽവിൻ എബ്രഹാം എന്നാണല്ലോ. എനിക്ക് തോന്നുന്നു അവർ ബ്രദേഴ്സ് ആണെന്ന്. ഒരേപോലെ ഉണ്ട് കാണാനും. നെയിമും ഏകദേശം സെയിം ആണല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ. അത് ശരിയാ, എനിക്കും തോന്നിയിരുന്നു. പിന്നെ അന്നത്തെ തിരക്കിൽ ഒന്നും നേരെ അന്വേഷിക്കാൻ പറ്റിയില്ലല്ലോ. ആ, ഇന്ന് മെൽവിൻ സാർ വരുമ്പോ ചോദിക്കണം. അല്ല ഋഷി, നീ ശരിക്കും കൺഫ്യൂസ് ചെയ്യാൻ പോവാണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പോരെ. ചാടിക്കേറി പറയണോ? സാറെന്താ വിചാരിക്കുക? അവൾ പറഞ്ഞോട്ടടാ. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു റിലാക്സ് ആവൂലോ. മാത്രമല്ല, ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് പോയിട്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിപ്ലൈ ആണ് കിട്ടുന്നതെങ്കിൽ അവൾ ഒത്തിരി വിഷമിക്കില്ലേ? ഇതാണെങ്കിൽ അതോടെല്ലാം കഴിയുമല്ലോ. ആരും, നീ ശരിക്കും നല്ല കാര്യവിവരമുള്ള കുട്ടിയാണ്. താങ്ക്സ് കിയാര, ഇത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ആരോഗ്യയെ തന്നതിനും. ആൻഡ് സോറി ആരു, അന്ന് ഞാൻ നിന്നോട് അത്രയ്ക്കൊന്നും ചൂടാവാൻ പാടില്ലായിരുന്നു. സോറിടാ. ഏയ് സുഷു, അതൊക്കെ വിട്ടേ. നമ്മൾക്കിടയിൽ എന്തിനാ സോറി? പിന്നെ അന്ന് ആരാണേലും നീ ചൂടായതുപോലെ ചൂടാവാതിരുന്നാലേ അതിശയമുള്ളൂ. ബിക്കോസ് ഞാനും അന്ന് ഓവർ ആയിരുന്നില്ലേ? സോറിടാ. ആ, എല്ലാവരും സോറി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് ക്യാൻറ്റീനിലോട്ട് പോവാം. ഇപ്പോൾ ഫുഡ് കഴിച്ച് കോളേജിൽ എത്തിയല്ലേ കിയാര, അപ്പോഴേക്കും നിനക്ക് വിശന്നോ? എടി, ആ ക്യാൻറ്റീനിലോട്ടൊന്ന് നോക്കിക്കേ. ആൽവിൻ സർ ഇപ്പോഴെങ്ങനെയുണ്ട് മക്കളെ? അപ്പൊ ക്യാൻറ്റീനിലോട്ട് പോവല്ലേ? ശരിയാവാ? എടാ എടാ നോക്കണ, ആരാടാ കേനെ? അല്ലേ, ആ ക്യാൻറ്റീനിലോട്ടൊന്ന് നോക്ക്. ആ പട്ടാസും ടീമാണ്. എവിടെയാ? എടാ രാഹുലേ, നീ ശ്രദ്ധിച്ചോ? നമ്മുടെ സുഹൃത്തൊക്കെ ഒരു ഇളക്കില്ലേ? ഒന്നും മിണ്ടാതിരിക്കാൻ. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ ചുമ്മാ എവിടെയെന്ന് നോക്കിയതാ. ആ, നിന്റെ നോട്ടമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതാന്ന് മാത്രം നീ പറഞ്ഞില്ല, കണ്ടുപിടിച്ചോളാം. ഇവളമാരിത് ഏത് നേരം ക്യാൻറ്റീൻ തന്നെയാണല്ലോ. അതെ, കൂടെ പോലെ ആ ചെക്കന്മാരും ഉണ്ട്. അത് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കൂടാ. നമ്മളെന്തിനാ ചുമ്മാ വെറുതെ? എവിടെ? ആ, അവന്മാർക്ക് കുറച്ച് ഒട്ടി നടക്കല് കൂടുതലാ, ഒതുക്കണം. എടാ വാട പിള്ളേരെ, നമുക്കൊന്ന് ക്യാൻറ്റീൻ വരെ ഒന്ന് പോയിട്ട് വരാം. എടാ കൈവിട്ടേക്കടാ, എന്തിനാടാ വെറുതെ ഒരു പ്രശ്നത്തിന് പോകുന്നത്? കെവിൻ, രാഹുൽ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. എടാ അലോൻ, ഒന്ന് പറയടാ. അല്ല സുഖില്ല, നീ എന്തിനാണ് ഇത്ര ടെൻഷനാവുന്നത്? നമ്മൾ അവരൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ക്യാൻറ്റീൻ വരെ പോയിട്ട് വരാം. എനിക്കെന്റെ സുന്ദരിയെ കാണാൻ തോന്നുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്റെ സുന്ദരിയാണോടാ എന്റെ പെണ്ണ്. അങ്ങനെയാണ് ഞാൻ തന്നെ വെറുതെ വിടില്ല, കൊന്നു കളയും. അറിയാലോ നിനക്ക്, ഈ കായ എന്തേലും ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാതെ വരില്ലെന്ന്. എനിക്ക് ടെൻഷനൊന്നുമില്ല കൈ. പിന്നെ നിന്റെ സുന്ദരിനെ നീ തന്നെ എടുത്തടാ. എനിക്ക് മറ്റേ കുട്ടിയെ ഇഷ്ടമായത്.
ചാട്ടം കണ്ടപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. ആ പട്ടാസിനെ തന്നെയാടാ നിനക്ക് കിട്ടുള്ളൂ പ്രേമിക്കാൻ. അവളിവന്റെ വീണത് തന്നെ. ഇവൻ ചുമ്മാ അവളെ നോക്കി വെള്ളം ഇറക്കി സമയം കളയുന്നല്ലാതെ അവളൊന്നും ഇവന്റെ വീഴാൻ പോകുന്നില്ല. നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ അതൊരു ചീനമുളകാണേലും നമ്മുടെ സുഹ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണല്ലേ. മാത്രമല്ല അവൻ എന്റെ സുന്ദരിയല്ലല്ലോ നോക്കിയത്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് പ്രോസീവ് ചെയ്യാം. എന്താടാ? ഓ താങ്ക് യുടാ, താങ്ക് യുടാ. യെസ്. ചേടാ നമ്മുടെ സുഹൃത്ത് നാണമായിരുന്നു. ചെറുപ്പന്റെ ഹോട്ടല് കണ്ടിട്ട് പ്രേമം മസ്തിക്ക് പിടിച്ചിരിക്കുകയെന്നാ തോന്നുന്നത്. തോന്നലൊന്നും അല്ലടാ, ശരിക്കും അവളെ കണ്ടപ്പോ മുതൽ തന്നെ എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലായിരുന്നു. ഐ റിയലി ലവ് ഹർ. ആരോഹി, എനിക്ക് അവളെ മിസ്സസ് സുഹ ആക്കണം. സാറിന്റെ ഓപ്പോസിറ്റ് ഇരിക്കാവേ. ഒരു സെൽഫി. ഇത് എന്റെ ക്ലാസ്സിലെ കുട്ടികളാണല്ലോ. ഇവരെന്താ ക്ലാസ്സിൽ കയറിയില്ലേ? എടി സാർ നോക്കുന്നുണ്ട്. വിഷു അവളുടെ പണി തുടങ്ങി. എടി ഒന്ന് പയ്യൊക്കെ നോക്ക്. ഒന്നും മിണ്ടാതിരിക്കല് പിള്ളേരെ. നിങ്ങൾ എന്നെ പെടുത്തി കൊടുക്കൂ. ഞാൻ ആർക്കും ഒരു ശല്യമില്ലാതെ എന്റെ ആലോചന ഒന്ന് നോക്കിക്കോട്ടെ. ആ കുട്ടി എന്താ ഇങ്ങനെ നോക്കുന്നത്? വല്ലാത്തൊരു നോട്ടമാണല്ലോ. കഴിക്കാനും പറ്റുന്നില്ല. ഒന്ന് പയ്യെ നോക്കേണ്ട കുട്ടി എന്ത് ഏൽപ്പിക്കലാണ്. എന്റെ സുഷു ഒന്ന് പയ്യെ നോക്കടി. പക്ഷേ സാറിതെന്താ ഇങ്ങനെ കഴിക്കുന്നത്? ഇവളുടെ നോട്ടം കാരണാട്ടടി. എങ്ങനെയെങ്കിലും കഴിച്ചു വിടണമെന്ന് പോയാ മതിയെന്നായിരിക്കും. സാറ് പാവട്ടോ, ആ കോഫി പോലും സാറിന് കുടിക്കാൻ പറ്റില്ല ഇവളുടെ കാരണം കൊണ്ട്. ഇവള് എന്നെ മാന്താൻ പോണ പോലെയല്ലേ നോക്കണേ. എടി പാരട്ടകളെ, നിങ്ങളെന്താ ഒന്നും വേണ്ടാത്തത്? പാരട്ടകളെ നിന്റെ മറ്റവള് വല്ല കാര്യം ഉണ്ടോടാ നിനക്ക്? അതൊക്കെ ഒരു രസമല്ലേ? റൂഷി ഫുൾ ആൽവിൻ സാറിനെ വായി നോക്കുന്ന തിരക്കിലാണ്. സാറാണേലോ റൂഷി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സൈഡായി വഴി കാണുന്നുണ്ട്. ശരിക്കും ആൽവിൻ സാറിന് അതൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേരാണേലോ റൂഷിനെയും സാറിനെയും പറഞ്ഞ് കളിയാക്കലും ചിരിയും അങ്ങനെയൊക്കെയായി. സാഹി കേട്ടപ്പോൾ ആൽവിൻ സാർ എണീറ്റ് വരുന്നു. ഹേ ഗൈസ്. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ക്ലാസ് ഇല്ലേ? കുറെ നേരമായില്ലോ ഇവിടെ. ടൈം ഓവറായല്ലോ. ഞങ്ങൾ കോഫി കുടിച്ചിട്ട് പോവാൻ നിൽക്കുക. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ആൻഡ് യു, വാട്ട് ഈസ് യുവർ നെയിം? സർ, മീ ഐ ആം റൂഷി. എന്താ സർ? യെസ്, റൂഷി. Come to my cabin after the class, okay? And first of all, ഞാനല്ലേ? Yes sir, thank you sir. എടോ, താനെന്താ സ്കൂൾ സ്റ്റുഡന്റ് മറ്റുമാണ് ഇങ്ങനെ പാട്ട് പാടാൻ? ഓക്കേ സർ. എടാ വാടാ പോവാം. സാർ എന്തിനാണ് അവളെ വിളിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു, ടെൻഷൻ ആവുന്നുടി. എന്താ ഇപ്പൊ ചെയ്യാ? ഞാൻ ഇപ്പൊ തന്നെ എന്താന്ന് ചോദിച്ചാലോ പോയിട്ട്? അതിന് സാർ ക്ലാസ് കഴിഞ്ഞല്ലേ വരാൻ പറഞ്ഞേ. നീ ചുമ്മാ ഇപ്പൊ പോയി വെറുതെ ചീത്ത കേൾക്കാൻ നിൽക്കണ്ട. അതന്നെ. എടി പിള്ളേര്, കഴിഞ്ഞ ക്ലാസ്സിൽ മെൽവിൻ സാർ എടുത്ത നോട്ട്സ് ഒന്ന് തരണേ. ഞാനും ഒന്നും എഴുതി എടുത്തില്ലായിരുന്നു. അതിന് ക്ലാസ് എടുക്കുമ്പോ ശ്രദ്ധിക്കില്ലല്ലോ. കളിവില പറഞ്ഞോണ്ടിരിക്കല്ലേ. ഇന്നടാ നോട്ട്. ഇപ്പൊ സാറ് വരും, കയ്യിൽ വെച്ചോ. ഇനി ക്ലാസിന്റെ ഇടയ്ക്ക് അത് തരാനായിട്ടൊന്ന് തിരിഞ്ഞു നോക്കൊന്നും വേണ്ട. പിന്നെ എന്നെയും കൂടെ ചീത്ത വിളിയായിട്ട്. എനിക്ക് നോട്ടൊന്നും വേണ്ട. എടാ ഫെലിസെ, മേടിച്ചോ? ഓ ശരി മാഡം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ഈ കുട്ടിക്ക് ഇത് എന്തിന്റെ കേടാ? നേരെ ഒന്നും ക്ലാസ് എടുക്കാനും പറ്റുന്നില്ല. അമ്മാതിരിയല്ലേ നോക്കുന്നത്.
നിനക്കായി എൻ ജന്മം എനിക്കായി നീ മാത്രം നിനക്കായി എൻ ജന്മം എനിക്കായി നീ മാത്രം മാനത്തിൽ മേഘമായി നീ മാറുമോ പ്രിയേ മാനത്തിൽ മേഘമായി നീ മാറുമോ പ്രിയേ നീ വരും നേരത്തിൽ നിന്നെ കാണാൻ കാത്തിരിക്കാം നീ വരും നേരത്തിൽ നിന്നെ കാണാൻ എടി റൂസി ക്ലാസ് കഴിഞ്ഞു നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് വല്ല നിശ്ചയമുണ്ടോ ഞാനിന്ന് കാണിച്ചു ആ റൂഷി കം വിത്ത് മീ. ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു കാണിച്ചു കൂട്ടിയെ അപ്പോൾ ഈ പേടിയൊന്നും കണ്ടില്ലോടി. അപ്പൊ കിട്ടാനുള്ളതൊക്കെ പോയി മേടിച്ചിട്ട് വാ. ഒന്ന് പോടാ മാക്രി പേടിച്ചിരിക്കുമ്പോഴാ അവൻ ധൈര്യമായി പോയിട്ട് വാടി. ഈ ഫെലിക്സ് ഗോഡ് ഉണ്ട് നിന്റെ കൂടെ. അനുഗ്രഹിച്ചാലും മൂഞ്ചി. അപ്പൊ പോകുന്ന കാര്യത്തിനൊരു തീരുമാനമായി. ഏതായാലും ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ആടാ നീ ധൈര്യമായി പോയിട്ട് വായോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എന്ത് ദുരന്താണത്. പിന്നെ റൂഷി നീയേ ചാൻസ് കിട്ടുകയാണെങ്കിൽ ആര് പറഞ്ഞ പോലെ സാറിനോടൊന്ന് പറയാൻ നോക്കട്ടോ. ഓക്കേടാ പോയിട്ട് വരാവേ. അയ്യോ സാറ് വന്നല്ലോ. ഹലോ, എന്താ ക്ലാസ്സിൽ കയറുന്നില്ലേ? ഇതെവിടേക്കാ പോകുന്നേ? സോറി സർ, അത് പിന്നെ ആൽവിൻ സർ ക്യാബിനിലോട്ട് പോവാൻ പറഞ്ഞു. അതാ ഞാൻ. ഓ ഓക്കെ, യു ക്യാൻ ഗോ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത എല്ലാം മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എടി ആര് നോട്ട് ഉണ്ടോ അച്ഛൻ? പോടാ പന്നി, നിന്നോടല്ലേ ക്ലാസ് എടുക്കുന്ന മിണ്ടരുതെന്ന് പറഞ്ഞത്. ഇത് ഞങ്ങളുടെ ആരുമല്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ജാട അല്ലാതെ പിന്നെ എന്ത്. എന്താടാ ജാക്സാ നോട്ട്? താങ്ക്സ് മച്ചാ. സാർ എനിക്കൊരു ഡൗട്ട്. വെരി ഗുഡ്. എന്താ തന്റെ ഡൗട്ട്? ഇതാണ് തന്റെ ഡൗട്ട്? ഇപ്പൊ ക്ലാസ് ടൈമിലാണ് ഇതുപോലുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നത്. എനിവേ, ഇനി അതറിയാതെ സമാധാനക്കേട് വേണ്ട. യെസ്, ഹി ഈസ് മൈ ബ്രദർ, മൈ എൽഡർ ബ്രദർ ആൽവിൻ അബ്രഹാം. പിള്ളേരുടെ ഒരു കാര്യം. സോറി സർ. ആ ശരിക്കും നിങ്ങൾ സെയിം ടു സെയിം ആണ്. സെയിം ടു സെയിമോ? മനസ്സിലായില്ല. അല്ല, കാണാനും നെയിമും ഒക്കെ ഒരേപോലെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ സർ. ഓക്കെ സർ, യു ക്യാൻ കണ്ടിന്യൂ ദ ക്ലാസ്. സൈലൻസ്. ഓക്കെ, ഡൗട്ട്സ് ഒക്കെ തീർന്ന സ്ഥിതിക്ക് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ആക്കാം. Excuse me sir, may I get in? Thanks for your love and support Amish. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ലവ് യു Amish.